ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് NOS സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസിനെ കുറിച്ചാണ്. എന്താണ് സർക്കിൾസ്? സർക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന, നമ്മൾ പലപ്പോഴായിട്ട് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഇടപഴകുന്ന വൃത്തം എന്ന് പറയുന്ന ഒരു ഷേപ്പാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. പല വിധത്തിലും നമ്മൾ അതിനെ യൂസ് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അത് വെച്ചിട്ടുള്ള പല ഉപകരണങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ചില പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് സർക്കിൾ, അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഒരു സർക്കിളിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇതാണ് ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ, അല്ലെ? ഈ ഒരു ഷേപ്പിലുള്ളതാണ് സർക്കിൾ എന്ന് പറഞ്ഞാൽ. ഇത് അതിൻ്റെ സെന്റർ പോയിന്റ് ആണ് എന്ന് കരുതുക. സർക്കിളിന്റെ സെന്റർ പോയിന്റ്. ഈ സെന്റർ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് ഭാഗത്തേക്ക് വരച്ചാലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഏത് ഭാഗത്തേക്ക് വരച്ചാലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും ഇതിങ്ങനെ വരച്ചാലും എല്ലാം സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഇങ്ങനെ സെന്റർ പോയിന്റിൽ നിന്ന്, പ്രത്യേകം ശ്രദ്ധിക്കുക, സെന്റർ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു സെന്റർ പോയിന്റ് ആണ് എന്ന് വിചാരിക്കുക. ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു വര വരക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാണ്. ഓക്കെ, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ടൊക്കെയാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു പിക്ചറിൽ ഇതാണ് സർക്കിള്. സർക്കിളിന്റെ സെന്റർ പോയിന്റ് ഇതാണ്. പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഏത് പോയിന്റിലേക്കും, സെൻട്രൽ പോയിന്റിൽ നിന്ന് ഏത് സർക്കിളിന്റെ ഏതിലേക്കും വരച്ചാലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനെ റേഡിയസ് എന്ന് വിളിക്കാം. ഇതും റേഡിയസ് തന്നെയാണ്, സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. ഇതും റേഡിയസ് തന്നെയാണ്, സെയിം ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡയമീറ്റർ? അങ്ങനെ ഒരു ടേം ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഡയമീറ്റർ എന്ന് നമ്മൾ കണ്ടു, അല്ലെ? എന്താണ് ഡയമീറ്റർ? ഡയമീറ്റർ എന്ന് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ വ്യാസം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെന്റർ പോയിന്റിലൂടെ കടന്നു പോകുന്ന സർക്കിളിന്റെ രണ്ട് ഭാഗത്തെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ സെന്റർ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയും. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമല്ല ഉണ്ടാകുന്നത്. അത് എങ്ങനെയോ ഉണ്ടാകും? ഇത് കൂടി, അത് ഇതും ഒരു ഡയമീറ്റർ. അപ്പൊ നമുക്കറിയാം, ഈ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതിന് റേഡിയസ് എന്ന് പറയും. അപ്പോൾ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? റേഡിയസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലെ? അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2R ആണ്. റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് ഇവിടെ വരെ റേഡിയസ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ റേഡിയസ് ആണ്. അങ്ങനെയെങ്കിൽ രണ്ട് റേഡിയസ് കൂട്ടിച്ചേർത്ത ഒരു ഡയമീറ്റർ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താണ് സർക്കംഫറൻസ്? സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു വൃത്തത്തിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ഭാഗത്തെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയമീറ്റർ നമ്മൾ സ്മോൾ ലെറ്റർ D കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. സർക്കംഫറൻസ് നമ്മൾ C കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതാണ് അതിന്റെ കറക്റ്റ്. ഇത് റേഡിയസ് ആണ്. അപ്പൊ ഇതും റേഡിയസ് തന്നെയാണ്. ഇവിടെ D കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത് മൊത്തത്തിലുള്ളതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഇനി ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതും റേഡിയസ് ആണ്. ഇനി ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ മൊത്തത്തിലുള്ളതിനെ നമ്മൾ സർക്കംഫറൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ഡയമീറ്റർ സർക്കംഫറൻസ് പറഞ്ഞു. സർക്കംഫറൻസ് എത്രയാണ് എന്നാണ് നമ്മൾ ഇപ്പൊ റേഡിയസ് 6 ആണ് എന്ന് വിചാരിക്കുക. റേഡിയസ് 6 ആണ് എങ്കിൽ ഇതിന്റെ സർക്കംഫറൻസ് എത്രയായിരിക്കും? അതാണ് 2πr എന്ന് പറയുന്നത്. 2πr എന്ന് പറയുന്നു. ശ്രദ്ധിക്കണേ, 2πr. അപ്പോൾ 2 × π × r, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കംഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്,
ഇപ്പോൾ ഒരു സർക്കിൾ ഞാൻ വരച്ചു, അതിൻ്റെ റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് എന്നുള്ളത് 2πr ആണ്. അതെനിക്കറിയാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണേ, 2 × π × r അല്ലേ. ഈ 2 × r എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഡയമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന് എന്ത് പറയാം? ഡയമീറ്റർ × π എന്ന് പറയാം അല്ലേ. ഡയമീറ്റർ × π. ഈ π എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു π എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ π എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. 3.14. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ റേഡിയസ് തന്നിട്ട് റേഡിയസ് ഒരു 4 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 2πr എന്നുള്ളതിൻ്റെ അതാണ് ഇതിൻ്റെ സർക്കംഫറൻസ്. സർക്കംഫറൻസ് എത്രയായിരിക്കും നോക്കൂ. c = 2πr = 2 × π × 4. ഇവിടെ റേഡിയസ് 4 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2 × 4 8π ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ 8 × 3.14 ചെയ്താൽ നമുക്കതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. 8π ആണ് ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് d ആണ്. d = 2r ആണ് അല്ലേ. അപ്പോൾ 2 × 4 അത് 8 ആണ്. കിട്ടിയല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു സർക്കിളിൻ്റെ റേഡിയസും ഡയമീറ്ററും സർക്കംഫറൻസും തമ്മിലുള്ള കണക്ഷൻ പറയുന്നത്. ഇനി മറ്റൊരു സർക്കിൾ എടുക്കുക. ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതാണ്, അതിൻ്റെ റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണ്? അതാണ് എൻ്റെ ചോദ്യം. ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് കൂടി അല്ലെങ്കിൽ അതിനുള്ള ഇക്വേഷൻ കൂടി ഉണ്ട്. നമ്മുടെ സർക്കംഫറൻസ് കണ്ടത് c = 2πr എന്നുള്ള ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് a = πr² എന്ന് പറയുന്നത്. πr². അതായത് റേഡിയസ് 6 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ πr². ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നോക്കാം. ഇവിടെ r എന്നുള്ളത് 3 ആണെന്ന് വിചാരിക്കുക. 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ a = πr² ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, π × r എന്ന് പറയുന്നത് 3 ആണ്. 3ന്റെ സ്ക്വയറും ക്യൂബല്ല സ്ക്വയർ അല്ലേ. അങ്ങനെ നോക്കൂ, π × 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 9 ആണ്. എന്ന് വെച്ചാൽ ഏരിയ എന്ന് പറയുന്നത് 9π ആണ് ഈ ഒരു സർക്കിളിൻ്റെ. റേഡിയസ് 3 ആണെങ്കിൽ അതിൻ്റെ എത്രയാണ്? π². ഇനി റേഡിയസ് 4 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എത്രയായിരിക്കും? റേഡിയസ് πr² ആണല്ലോ. π × 4² 16π ആയിരിക്കും അതിൻ്റെ ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സർക്കംഫറൻസും ഏരിയയും കാണാം. വളരെ ഈസിയാണ്. അങ്ങനെയെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് കൂടി നമുക്ക് കാണേണ്ടതില്ലേ? അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കിളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.